ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. ഞാൻ 2 ദിവസം അയക്കണോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞേക്കും എനിക്ക് സുഖമില്ലാതായതാണ്. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ അത് ഉറക്കത്തിലാണ് നല്ല അറിയുക, അങ്ങനെ നല്ല വലിക്കും. അപ്പോൾ അത് മാറിക്കണോ നോക്കണം. അപ്പോഴും ഉണ്ട്, ചെറുതായിട്ട് മാറി വരുന്നുള്ളൂ. പിന്നെ അത്താഴത്തിൻ്റെ ടൈമാണ് ഞങ്ങൾ 3:30 മണിക്ക് വിളിച്ചിട്ട് മോളെ വിളിക്കാൻ കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് നോമ്പ് നോക്കണത്. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ അവൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നീച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ പല്ലേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് കട്ടൻ ചായയും പിന്നെ ചോറും അച്ചാറും പാടെ ഉണക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ചാറും ചോറും പാടെ കേട്ടോ തിന്നത്. അപ്പോൾ അവൾക്ക് ഞങ്ങൾ രണ്ടാളും പാടെ അത് വാരി തിന്നെയാണ് ചെയ്തത് കേട്ടോ. അവൾക്ക് വാരി കൊടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവൾ ദിക്റൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അവൾ കിടന്നു കേട്ടോ. പിന്നെ രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. മോളെടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ഒരു സ്റ്റെക്ക് ആവുന്നത്. എന്താണ് ഇവിടുത്തെ കിണറ്റിലായിരുന്നു ഇന്നലെ വരെയും കുടിവെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുടിവെള്ളം ഇല്ലാതായിക്കണ്. വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ, തീരെ ഇല്ല. ഈ കുറേ ജപ്പാൻ പൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് മുറ്റത്ത് 2 പൈപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും വെള്ളം വരുന്നില്ല. അപ്പം ഞങ്ങൾ ആ ചേച്ചിയുടെ വീടാണത്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരും കേട്ടോ. പിന്നെ മുറ്റത്തെ പൈപ്പിൽ വെള്ളം വരാനുള്ള ടൈമായി. അതാ ഈ ടൈമിൽ ഞാൻ മുറ്റടിക്കുകയാണ് കേട്ടോ. എന്താണ് മുറ്റം നല്ല ചപ്പൽ വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കത്തിച്ചു കേട്ടോ. പിന്നെ പാത്രം കഴുകാനൊക്കെ അവിടെ വെള്ളം കിട്ടിയിട്ട് വേണം. അപ്പോൾ അതൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനതൊക്കെ തീയിട്ടു. അവിടെ വെച്ചിട്ട് തന്നെ കൂട്ടിയിട്ട് തീയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ പൈപ്പിൽ വെള്ളം വന്നപ്പോൾ അതൊക്കെ പിടിക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ വെള്ളം വന്നാൽ ഞങ്ങളിങ്ങനെ ഓരോ കുടത്തിൽ കൊണ്ടുവരിക ചെയ്യുക, ഞാനും ഉമ്മയും കൂടിയിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ 2-3 കുടിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 കൂട്ടർക്കും വെള്ളം വേണം. അപ്പോൾ ഞങ്ങൾ പൈപ്പ് ഇടാണ്ട് കുടത്തിലാണ് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കിട്ടുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് വേണം ഞങ്ങൾക്ക് 2 ദിവസം കഴിയാൻ. അങ്ങനെ മുറ്റത്ത് കുറേ പൈപ്പൊക്കെ ഉണ്ട്. എന്നാലും ജപ്പാൻ പൈപ്പുണ്ട്, പിന്നെ എന്തൊക്കെ പൈപ്പൊക്കെ ഉണ്ട്. അതിലൊന്നും വെള്ളം വരുന്നില്ല. ആവശ്യത്തിന് വെള്ളം വരില്ല. മഴക്കാലത്ത് വെള്ളം വേണോ വേണ്ട വെച്ചിട്ട് അവരൊക്കെ അടിച്ചു തരും ചെയ്യും. പിന്നെ മക്കൾക്ക് സ്കൂളല്ല, രാവിലെ ചായക്ക് പുട്ടും ഇതുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ തലേ ദിവസത്തെ ചോറുണ്ടാവും, അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തിളപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ നോക്കട്ടോ. പിന്നെ അതുവരെ ഞങ്ങൾ കുടിയത്തെ ബാക്കിയുള്ള പണികളും മക്കളുടെ കാര്യങ്ങളും അങ്ങനെയുള്ള നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിന്ന്. കുറച്ച് ബീഫിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കറിയും വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാ. ഉമ്മ അവിടെ പത്തിരിക്ക് പരത്തുന്നുണ്ട്, ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് പിന്നെ ഞാൻ കുറച്ച് ചക്കരമത്തി മുന്തിരി ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടോ. ചക്കരമത്തി മുന്തിരി നുറുക്കി വെച്ച് പത്തിരിയും ചിക്കനല്ല ബീഫ് കറിയും ആക്കി വെച്ച് ഇതൊക്കെ ആക്കിയിട്ടോ. പിന്നെ മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ നേരമായി. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഞങ്ങൾക്ക് നോമ്പ് പറഞ്ഞിട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു തുള്ളി ഈ ഷമാമിൻ്റെ ജ്യൂസ് തന്നിരുന്നു. അപ്പോൾ അത് അവർ കുടിക്കണം കേട്ടോ. അപ്പോൾ അത് അവർക്ക് ഓരോ ക്ലാസ്സിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് രസമുണ്ട് എന്നൊക്കെ പറയട്ടെ മക്കളും. എന്താ പറയുക, ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം മക്കളിലൊന്ന് മേലെ കഴുകാൻ കേട്ടോ. അവർക്ക് രാത്രി ചൂടല്ല, അപ്പോൾ ഒന്ന് മേലെ കഴുകി കൊടുക്കും. പിന്നെ രാത്രിക്കുള്ള സ്രാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊയ്ക്കാണ്. അപ്പോൾ അതിനായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യണം. ചോറും സ്രാവുമാണ് കേട്ടോ രാത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.